ഓക്കെ ആണോ? ഹേ ദേർ, ഐ ആം യുവർ ഫ്രണ്ട് ഷെമി കെ പി. നമ്മൾ വീണ്ടും കേന്ദ്ര വിദ്യാലയത്താണുള്ളത്. ഇന്ന് നമ്മുടെ മാത്സ് എക്സാമിന്റെ റിവ്യൂ ആണ് ചോദിക്കാൻ പോകുന്നത്. സോ എങ്ങനെ ഉണ്ടായിരുന്നു മാത്സ് എക്സാം? ബുദ്ധിമുട്ടായിരുന്നോ? കിട്ടിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ കഴിഞ്ഞോ? അതുപോലെ തന്നെ ഫിസിക്സിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടോ? ആക്ച്വലി പറയുകയാണെങ്കിൽ രണ്ടും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഫിസിക്സ് പറയുമ്പോ ഫിസിക്സിന് ഫിസിക്സിനായിട്ട് ഒരട്ടൂടി കട്ട് ചെയ്തിട്ടാ ആദ്യം മുതൽ ഫിസിക്സിന് ഫിസിക്സിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, മാത്സിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, പിന്നെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല വന്നത്, ഞാൻ ചെയ്തതേ അല്ല വന്നത്. പ്രതീക്ഷിച്ചത് നമ്മളെ ജിതിൻ സാറിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഇപ്പൊ പറയാനാണെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആർ വെരി നൈസ്, 3 മാർക്ക് ഓൾസോ നൈസ് ആൻഡ് 2 മാർക്ക് ഓൾസോ നൈസ്. 1 മാർക്കും ഉണ്ടായിരുന്നല്ലേ? ഓക്കെ. എം സി ക്യൂനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിയർലി 18 എം സി ക്യൂ അല്ലേ? 20 ഒരു 10-15 തെറ്റിക്കും, ബാക്കി കുഴപ്പമില്ല പോയിക്കും. പിന്നെ എന്താ മറ്റേ സാധനമല്ലോ, അതിന്റെ പേരെന്താണ്? അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ്. അതൊന്നും മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ ഫസ്റ്റത്തെ എന്തൊക്കെ കൊടുത്തു. ഓക്കെ, പിന്നെ നൈസ് എക്സാം ബൈ ദ വേ. ഓക്കെ, ബൈ. ഇന്റഗ്രേഷൻ സാധനങ്ങളൊക്കെ അവസാനം ഉത്തരം കിട്ടിയോ? അത് ചെയ്യാൻ കഴിഞ്ഞോ? എന്താ സംഭവിച്ചത്? ഇന്റഗ്രേഷൻ ഉണ്ടായിരുന്നോ? കുറച്ച് സ്റ്റെപ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്, അല്ല ഫുള്ളൊന്നും ആയിട്ടില്ല. ഓക്കെ, താങ്ക് യു ഫോർ യുവർ റിവ്യൂ. സോ ഗൈസ്, ഹൗ വാസ് യുവർ എക്സാം? ഹൗ വാസ് മാത്സ് എക്സാം? ഫിസിക്സ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണോ വന്നത്? ഹൗ ഡു യു തിങ്ക്, വാട്ട് ഡു യു തിങ്ക്, ഹൗ ഡു യു ഫീൽ? അതായത് എക്സാം ടഫാണ് ചോദിച്ചാൽ ടഫാണ്, പക്ഷെ വിചാരിച്ച അത്ര ടഫല്ല. അതായത് എം സിക്ക് ഒന്നും എനിക്ക് അത്ര വലിയ പ്രശ്നമായി തോന്നിയിട്ടില്ല. പിന്നെ 5 മാർക്ക് ക്വസ്റ്റ്യൻ, കേസ് സ്റ്റഡി, അതൊക്കെയാണ് പ്രശ്നമുള്ളത്. പിന്നെ ക്ലാസ്സിൽ ചെയ്ത പോലത്തെ ചോദ്യമാണോ ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. അതായത് അങ്ങനത്തെ ഉണ്ട്, പക്ഷെ നമ്മൾ അത്ര വലിയ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നതെന്ന് തോന്നുന്നുണ്ടോ? തിയറിന്ന് കുറെ ചോദിച്ചിട്ടുണ്ട്, ആ കേസ് ബേസ് ഒക്കെ അങ്ങനെ ചോദിച്ചതാണ്. അപ്പോൾ അതൊന്നും നമ്മളെല്ലാം ചെയ്തിട്ടില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു പറയാം. കാൽക്കുലസ് ഒക്കെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞോ? അങ്ങനെ ചോദിച്ചാൽ പല ക്വസ്റ്റ്യനും പല പോലെയാണ്. ആ 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണോ? ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണോ ചോദിച്ചാൽ ഞാൻ വിചാരിച്ചു എനിക്ക് ഇത്രയും കിട്ടൂല എന്ന്. അപ്പോൾ ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണ്. ഐ മീൻ ഇതിന്റെ 8th വെച്ചാണ് ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ ഇതിലേറെ മൂഞ്ചെന്ന് വിചാരിച്ചതാണ്, നമുക്കൊന്നും കിട്ടൂല എന്നാണ് വിചാരിച്ചത്. അപ്പൊ കുറച്ചേലും കിട്ടിയപ്പോ അതിന്റെ ഒരു സമാധാനം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ റിവ്യൂ. മാത്സ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. മാത്സ് എക്സാം ആയിരുന്നോ, ഫിസിക്സ് എക്സാം ആയിരുന്നോ ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതാൻ കഴിഞ്ഞോ? അതൊന്നും എഴുതാൻ കഴിഞ്ഞില്ലേ? കുറച്ച് എഴുതാൻ കഴിഞ്ഞോ? വാട്ട് യു ഫീൽ? എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയാണ് മാത്സിനെ ഇതാക്കി നോക്കുമ്പോൾ ഇടങ്ങാറ്. മാത്സിന് സിമ്പിള്, കുറച്ചുകൂടെ എനിക്ക് ഫിസിക്സിനും കെമിസ്ട്രിനും വെച്ച് നോക്കുമ്പോൾ. പിന്നെ വലിയ സുഖമൊന്നുമില്ല എക്സാം, ടഫ് തന്നെ അതിന്, അത്രയൊക്കെ തന്നെ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് സുഖാണെന്ന് വിചാരിക്കണ ചാപ്റ്റേഴ്സ്, ഇപ്പൊ മേട്രിക്സ്, ഡിറ്റർമിനന്റ്, അതിന്നും ഭയങ്കര തിരിഞ്ഞു പറഞ്ഞുള്ള ചോദ്യങ്ങളല്ലേ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല. നമ്മള് ചെയ്ത് നോക്കുമ്പോ സിമ്പിൾ അതിന് നമ്മൾ ക്ലാസ്സിനൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതേപോലെ അല്ല വന്നത്. കുറച്ചുകൂടെ നല്ല ടഫ് ആയിട്ടുള്ളതിന് വന്നതിന്. ഓവറോൾ നല്ല ടഫ് ആയിട്ടുള്ള പേപ്പറാണ്. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, ദിസ് ഇസ് ഷമീം ബാക്ക് ഫ്രം ഹോം, ബാക്ക് ടു ഹോം, എന്നിട്ട് ഹോം എന്നുള്ള വീഡിയോ. ഓക്കെ, സോ എനിക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാനിപ്പോൾ പറയാം. എനിക്കിത് എക്സാം ഭയങ്കര ടഫായിട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ല. എനിക്കൊരു മോഡറേറ്റ് ലെവൽ എക്സാം ആയിട്ടാണ് തോന്നിയത്. ബട്ട് ദ ക്യാച്ച് ഈസ് ദാറ്റ് എനിക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ പേപ്പർ വാസ് കൈൻഡ് ഓഫ് മോഡറേറ്റ്, ബട്ട് എനിക്കത് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഞാൻ കാൽക്കുലസ് ഒന്നും അത്രയ്ക്ക് പ്രോബ്ലംസ് ഒന്നും പ്രാക്ടീസിലോട്ടൊന്നും എത്തിയിട്ടില്ലായിരുന്നു. ഞാൻ നോൺ കാൽക്കുലസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നല്ലോണം പഠിച്ചു എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു, കുറച്ചൊക്കെ ചെയ്തിരുന്നു, കുറച്ച് നല്ല എല്ലാ ചാപ്റ്റേഴ്സൊന്നും ഏകദേശം കുറച്ച് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾക്കറിയാം പ്രോബിലിറ്റിയുടെ ചില ക്വസ്റ്റ്യൻസ് ഒന്ന് തിരിഞ്ഞു മറിഞ്ഞ് വരുന്ന ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3D ആൻഡ് വെക്ടറായി 3Dയും വെക്ടറായി കഴിഞ്ഞാലും അത് നമ്മൾ ഭയങ്കര ഈസി ചാപ്റ്ററാണെന്ന് കരുതിയാലും ചില ടൈമിൽ നമ്മൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ ടൈം പോകും. പ്രത്യേകിച്ച് പ്രോബിലിറ്റിയൊക്കെ ഞാൻ ഒരുപാട് ആലോചിച്ച് ടൈം കളഞ്ഞു. പിന്നെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും മേട്രിസസിനകത്ത് കോഫാക്ടർ കണ്ടെത്തിയിട്ട് അത് തിരിച്ചിട്ട് മറിച്ചിട്ട് റോ വെച്ചിട്ട് റോയും കോളം
മടക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ഡിറ്റർമിനൻ്റ് കണ്ടെത്തുന്ന സംഭവമൊക്കെ അതിനകത്തൊക്കെ എനിക്ക് കുറേ ടൈം പോയി, അതിനകത്ത് കുറേ തെറ്റി ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എനിക്ക് എക്സാമിനകത്ത്. സോ ഇതുവരെ നടന്നതിൽ എനിക്ക് ഈ ഒരു എക്സാമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നകരമായിട്ട് തോന്നിയത്. അത് പേപ്പറിൻ്റെ പ്രശ്നം കൊണ്ടല്ല, ഞാൻ മേ ബി ഒരുപാട് കാലം മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഡെയിലി പ്രാക്ടീസ് ആവശ്യമുള്ള നല്ല പ്രാക്ടീസ് ആവശ്യമുള്ള ടൈപ്പ് ഓഫ് ഒരു സബ്ജക്റ്റാണ്. പിന്നെ ഐ ഓൾസോ ഫീൽ ലൈക്ക് നമ്മളെ ഇവിടെയുള്ള CBSE സ്കൂളുകൾക്കകത്ത് ഈ ഒരു CBSE ലെവൽക്കകത്തുള്ള കോൺസെപ്ച്വൽ ടീച്ചിങ് ഇല്ലാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി ഐ എം റോങ്. സോ ദാറ്റ് ഈസ് വൺ റീസൺ. പക്ഷെ അത് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, ഞാനും അതിൻ്റെ മേലെ ഒരുപാട് ആക്ട് ചെയ്യണമായിരുന്നു. ബട്ട് അതിൻ്റെ മേലെ ഒരുപാട് ആക്ട് ചെയ്തില്ല. അങ്ങനെയൊക്കെ കാരണവശാൽ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് എൻ്റെ ഒരു മിസ്റ്റേക്ക് കൂടെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മൾ ഈസി ആണെന്ന് വിചാരിക്കുന്ന ചാപ്റ്റേഴ്സ് പോലും ക്ലാസ് 11 ക്ലാസ് 12 മാത്സിനകത്ത് ഈസി എന്ന് കരുതുന്ന ചാപ്റ്റേഴ്സ് പോലും കുറച്ച് ട്രിക്കി ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നത്. പിന്നെ MCQൻ്റെ കാര്യമാണ് പറയുകയാണെങ്കിൽ എനിക്ക് MCQ ആണ് ഏറ്റവും കൂടുതൽ ഒന്നുകൂടി ഈസി ആയിട്ട് തോന്നിയത്. MCQ എല്ലാം സോൾവബിൾ ആണ് അത്രയ്ക്ക് ഈസി ആണെന്നല്ല ഞാൻ പറയുന്നത്, അറ്റ്ലീസ്റ്റ് സോൾവ് ചെയ്യാൻ കഴിയുന്നെങ്കിലും ഉണ്ട്. പിന്നെപ്പോൾ എന്താ 2 മാർക്കിനകത്തും 3 മാർക്കിനകത്തൊക്കെ ചിലതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരത്തിലോട്ട് എത്തിയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുള്ള സംഭവങ്ങളാണ് കൂടുതലും. 3 മാർക്കിൻ്റെ ആയാലും ഏകദേശം അത് തന്നെയാണ് അവസ്ഥ. പിന്നെ ഇപ്പോൾ എന്താ 5 മാർക്കൊക്കെ ഞാൻ ഏകദേശമൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ എം നോട്ട് റിയലി ഷുവർ അബൌട്ട് ദി ആൻസർ എങ്ങനെയായിരിക്കും എന്നുള്ളത്. പിന്നെ ഇപ്പോൾ എന്താ കേസ് സ്റ്റഡി വാസ് കൈൻഡ് ഓഫ് ഫൈൻ. 2 കേസ് സ്റ്റഡി എനിക്ക് ചില എനിക്ക് തിയററ്റിക്കലായിട്ടുള്ള മാത്തമാറ്റിക്കൽ പാർട്സ് പഠിക്കുന്നത് ഇഷ്ടമാണ്. സോ കേസ് സ്റ്റഡി വാസ് കൈൻഡ് ഓഫ് ഫൈൻ ഫോർ മീ. ഏകദേശം ഫൈനായിരുന്നു, കുഴപ്പമില്ലായിരുന്നു കേസ് സ്റ്റഡിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇപ്പോൾ എന്താ ഇതിനകത്തുള്ളത് വേറെന്താ കേസ് സ്റ്റഡിയുടെ പറയുകയാണെങ്കിൽ 5 മാർക്സിൻ്റെ കുറച്ചൊന്ന് സീനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. MCQ വാസ് കൈൻഡ് ഓഫ് സോൾവബിൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഐ ഫീൽ ലൈക്ക് ഞാൻ ഒരുപാട് സംഭവങ്ങൾ മിസ് ചെയ്ത പോലെ തോന്നുകയാണ്. ആഫ്റ്റർ ഓൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഈ ഒരു എക്സാം എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ഇതിൻ്റെ ചെക്കിങ്ങിൽ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മുടെ ആൻസർ വരെ എത്തിയിട്ടുണ്ടാവില്ല. ബട്ട് അതിനകത്ത് സ്റ്റെപ്പ് മാർക്കിംഗ് ഉണ്ടാവും, ഇത്ര സ്റ്റെപ്പ് എഴുതിയാൽ ഇത്ര മാർക്ക്. സോ എൻ്റെ ഏകദേശം മാർക്ക് അതിന്മേലാണ് ഡിപ്പെൻഡ് ആവാൻ പോകുന്നത്, സ്റ്റെപ്പ് മാർക്കിംഗ് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു എക്സാമിനെ പറ്റി ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ബേസിക്കലി ഇതാണ് ഉണ്ടായത്. എനിക്ക് ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും ഡിഫിക്കൽട്ടായി എന്നല്ല എനിക്ക് തോന്നുന്നത്, ഞാൻ ഏറ്റവും അത്ര നല്ല രീതിയിൽ ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇതാണ്. ഓക്കെ, സോ അത്രേ ഉള്ളായിരുന്നു ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ, ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ്.